ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ ഓ റോമിയോ എന്ന ഹിന്ദി സിനിമയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരയിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാത്ത സിനിമയിലേക്ക് കടക്കാം. ഈ കഥ 1994 നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ബോംബെയിലാണ് ഇപ്പോൾ കഥ നടക്കുന്നത്. ബോംബെയിലെ ഒരു കടൽ തീരത്ത് ഒരു കപ്പൽ നിൽക്കുന്നുണ്ട്. ആ കപ്പലിലാണ് നമ്മുടെ ഹീറോ ഉള്ളത്. അദ്ദേഹത്തിന്റെ പേര് ഉഷാര. നമ്മുടെ ഹീറോ ആ കപ്പലിൽ തന്നെ തനിക്കായി കുറച്ച് സുഹൃത്തുക്കളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവരുമായി ചേർന്ന് ആ നാട്ടിൽ ഒരു ഭയങ്കരമായ പണിയാണ് ഇയാൾ ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ആ നാട്ടിലുള്ളവർ ഇയാൾക്ക് കാശ് കൊടുത്താൽ ഇയാൾ ആരെ വേണമെങ്കിലും കൊല്ലും, എന്ത് വേണമെങ്കിലും ചെയ്യും. അങ്ങനെ ഇതുവരെ നിരവധി പേരുടെ കഥ ഹീറോ കഴിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെ കൊന്നവരെല്ലാം അനീതി കാണിക്കുന്നവരായിരിക്കും. എന്നിരുന്നാലും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് വലിയൊരു അനീതിയാണല്ലോ. എത്ര കാലം ഈ മോശം തൊഴിലിൽ തുടരും? മിണ്ടാതെ സമ്പാദിച്ച കാശും എടുത്ത് ഫിജിയിൽ തന്റെ ഒരു സുഹൃത്തുണ്ട്, അവനുമായി സംസാരിച്ച് അവിടെ ഒരു വീടും വാങ്ങി മൊത്തത്തിൽ വിദേശത്ത് പോയി സെറ്റിൽ ആവാം എന്ന് ഇയാൾ തന്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവിടെ നമ്മുടെ ഹീറോയ്ക്ക് ഒരു മുത്തശ്ശി ഉള്ളത്. സ്വന്തം മുത്തശ്ശിയല്ല, ഹീറോയെ എടുത്ത് വളർത്തിയതുകൊണ്ട് മുത്തശ്ശി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നതാണ്. നീ ഫിജിയിലേക്കോ വേറെ എവിടേക്കെങ്കിലും പൊക്കോ, എന്നാൽ അതിനു മുമ്പ് നിനക്ക് പ്രധാനപ്പെട്ട ഒരു ജോലി വന്നിട്ടുണ്ട്, അത് നീ ചെയ്തു കൊടുക്കും എന്ന് ഞാനും വാക്ക് കൊടുത്തിട്ടുണ്ട്, അത് തീർത്തിട്ട് പോ എന്ന് മുത്തശ്ശി പറയാണ്. അയ്യോ മുത്തശ്ശി, ഇങ്ങനെയുള്ള പണികളൊന്നും ഇനി ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടല്ലേ ഞാനിപ്പോൾ വിദേശത്തേക്ക് പോകാൻ നോക്കുന്നത്, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഹീറോ മുത്തശ്ശിയോട് തമാശയായി ചൂടാവുന്നു. അപ്പോൾ മുത്തശ്ശി ഗേറ്റ് ഒക്കെ പൂട്ടിയിട്ടിട്ട്, നീ മര്യാദയ്ക്ക് താഴെ നിൽക്കുന്ന ആ പോലീസുകാരെ പോയി മീറ്റ് ചെയ്യുക, ഇതാണ് എൻ്റെ കൽപ്പന, എൻ്റെ കൽപ്പനയാണ് ശാസനം എന്ന് പറയുന്നതോടെ ഹീറോയും താഴേക്ക് വരുന്നു. അവിടെ ഒരു DCP ഉണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് ഇസ്മായിൽ ഖാൻ. അതായത് ആ നാട്ടിൽ നിയമവിരുദ്ധമായി തെറ്റ് ചെയ്യുന്ന നിരവധി പേരെ നമ്മുടെ ഹീറോയുടെ സഹായത്തോടെ അദ്ദേഹം എൻകൗണ്ടർ ചെയ്ത് കൊല്ലും. അങ്ങനെ ഇയാൾക്ക് വേണ്ടി പണിയെടുത്ത് കുറെ പേരെ തട്ടിയിട്ടാണ് ഹീറോ ഇപ്പോൾ മാനസിക സമ്മർദ്ദം കാരണം വിദേശത്തേക്ക് രക്ഷപ്പെടാൻ നിൽക്കുന്നത്. എന്താ ഫിജിയിലേക്ക് പോകണമെന്ന് കേട്ടല്ലോ? അപ്പോൾ നമ്മുടെ പ്ലാനുകളൊക്കെ എന്താവും? ഇവിടെ മുംബൈയിൽ പകുതി തെറ്റുകൾ നടക്കുന്നത് ജലാൽ എന്ന് പറയുന്ന ഒരു സ്പെയിൻകാരൻ കാരണമാണ്. അവന്റെ കഥ കഴിക്കാതെ നിനക്ക് എങ്ങോട്ടേക്കും പോകാൻ കഴിയില്ല. ശരി, ഓക്കെ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെയുണ്ട്, ഇപ്പൊ എന്തിനാ എന്നെ വിളിപ്പിച്ചത് എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അപ്പോഴാണ് DCP ഒരു പ്രൊഡ്യൂസറെ കുറിച്ച് പറയുന്നത്. അവനും ആ ജലാൽ ഗാങ്ങിലുള്ള ഒരുത്തനാണ്. കുറച്ച് നാളായി ജലാലിന്റെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവനാണ്. നീ ഇപ്പോൾ അവന്റെ കഥ കഴിക്കണം, അവന്റെ കൈവശമുള്ള ഡോക്യുമെന്റുകളെല്ലാം കൈക്കലാക്കണം, ഇതാണ് നിന്റെ പണി എന്ന് DCP പറയുന്നു. അങ്ങനെ ഹീറോയും കാശ് വാങ്ങിയിട്ട് അവിടെയുള്ളൊരു തിയേറ്ററിലേക്ക് വരുന്നു. അങ്ങനെ അവിടെയുള്ള പ്രൊഡ്യൂസറെ താല്പര്യമില്ലാതെയാണെങ്കിലും ഇയാൾ കൊല്ലുന്നു. ഈ പണിയും തീർത്ത് പതിവ് പോലെ മാനസിക സമ്മർദ്ദത്തോടെയാണ് നമ്മുടെ ഹീറോ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഹീറോയുടെ ഉറ്റ ചങ്ങാതി വന്നിട്ട് പറയാണ്, എടാ, നമ്മുടെ മുത്തശ്ശിയില്ലേ, അവർക്കറിയാവുന്ന കുട്ടിയാണെന്നും പറഞ്ഞ ഒരു പെൺകുട്ടി നിന്റെ റൂമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നീ പോയി അവളെ നോക്ക്, എന്നെ അന്വേഷിച്ച് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഹീറോ ആ റൂമിലേക്ക് വരുന്നു. നോക്കുമ്പോൾ അവിടെ അഫ്ഷാൻ എന്ന പേരുള്ള നമ്മുടെ നായികയാണ് കാണിക്കുന്നത്. അവരും വളരെ പേടിയോടെ കാത്തിരിക്കുകയാണ്. എന്താണ് പ്രശ്നം, എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു 3 പേരെ കൊല്ലണം എന്നവർ പറയുന്നു. എന്തേ പറയുന്നത്, ആരെയാണ് എന്ന് ഹീറോ ചോദിക്കുകയാണ്. ഒരു വക്കീലിന്റെ പേരും പിന്നെ ഒരു ഇൻസ്പെക്ടറുടെ പേരും മുംബൈയിലുള്ള ഒരു ഗുണ്ടയുടെ പേരും അവൾ പറയുന്നു. നിങ്ങൾ ഇതിനായി ഒരുപാട് കാശ് വാങ്ങുമെന്ന് പുറത്ത് കേട്ടിട്ടുണ്ട്, പക്ഷെ എന്റെ കയ്യിൽ തരാൻ അത്രത്തോളം കാശൊന്നുമില്ല. ഞാൻ എൻ്റെ അമ്മായിയമ്മയുമായി ചേർന്ന് ഒരു ബിരിയാണി കട നടത്തുന്നുണ്ട്, അവിടെ നിന്ന് കൊണ്ടുവന്ന ബിരിയാണി ഉണ്ട്, ഇത് നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണെന്ന് കേട്ടു, ഇത് വെച്ചോ എന്ന് പറയാണ്. അതിനു പുറമെ എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണാഭരണങ്ങളും ഉണ്ട്, അതും വാങ്ങിക്കൊണ്ട് ഈ സംഭവം മികച്ച രീതിയിൽ ചെയ്തു തരണം എന്നും അവൾ ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യം വരാണ്. ഉടനെ തന്റെ സുഹൃത്തുക്കളെയും റൂമിലേക്ക് വിളിക്കുകയാണ്. എടാ, ഈ പെൺകുട്ടിയെ കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് റൂമിലിരുത്തി സംസാരിക്കുമ്പോൾ അവൾ എനിക്ക് പണി തരാണല്ലോ, നമ്മളൊരുത്തിനെ തീർക്കാൻ എത്രയാടാ വാങ്ങാറുള്ളത്? കണ്ടോ, 30 ലക്ഷം രൂപയാണ് നമ്മൾ വാങ്ങുന്നത്, നീ എന്താ ബിരിയാണി പൊതിയും സ്വർണവും തന്ന് എന്നെ വീഴ്ത്താൻ നോക്കുകയാണോ? അതുമല്ല, ഞങ്ങൾ വിദേശത്തേക്ക് പോകാൻ നിൽക്കുകയാണ്, ഇപ്പോഴൊക്കെ ഇതൊക്കെ മൊത്തത്തിൽ നിർത്തി, ഇനിയൊരു തവണയെങ്കിലും ഈ വഴിക്ക് ഇത് അത് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് വന്നാൽ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി അവിടെ നിന്നും വിരട്ടി ഓടിക്കുന്നു. നായികയും കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോ ഉറങ്ങാണ്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ വീട്ടുപടിക്കൽ ഒരു ഗേറ്റിന്റെ ഓരത്തായി നമ്മുടെ നായിക ഹീറോയ്ക്ക് വേണ്ടി തന്നെ കാത്തിരിക്കുന്നുണ്ട്. ഇവളെന്താ ഇന്നലെ വരട്ടി വിട്ടിട്ടും പോകാതിരിക്കുകയാണല്ലോ, ശരി വിട്, കണ്ടില്ലെന്ന് നടിച്ചാൽ വൈകുന്നേരം പൊക്കോളൂ എന്ന് കരുതി നമ്മുടെ ഹീറോ ബോംബെയിലുള്ള ഒരു തിരക്കുള്ള ഏരിയയിലേക്ക് വരികയാണ്. അവിടെയും ഒരു പെൺകുട്ടിയുമായി ചേർന്ന് ജോളിയായി ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രിയും ഹീറോ വീട്ടിലേക്ക് വരുമ്പോൾ നായിക അതേ സ്ഥലത്ത് തന്നെ വെയിറ്റ് ചെയ്യാണ്. ഇതെന്താ ഈ പെണ്ണ് പോവാത്തെ എന്ന് വിചാരിച്ച് ഇയാൾക്കൊരു മാതിരി ദേഷ്യം വരാണ്. പിറ്റേ ദിവസം രാവിലെ, ശരി, അവളോട് മുകളിലേക്ക് വരാൻ പറ എന്ന് ഹീറോ വിളിക്കുന്നു. അപ്പോൾ നായികയും അങ്ങോട്ടേക്ക് വരുന്നു. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ടി സ്വർണ്ണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇതിൽ ഒരു 30 പവൻ സ്വർണ്ണമുണ്ട്, ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ആ 3 പേർക്കൊപ്പം മറ്റൊരാളെയും കൂടെ തീർക്കണം എന്ന് അവൾ പറയുന്നു. ആരാണെന്ന് ചോദിക്കുമ്പോൾ ജലാൽ എന്ന് പറയുന്നു. ആ പേര് കേട്ടതും ഹീറോയ്ക്ക് ചിരിയാണ് വരുന്നത്. കാരണം ആ ജലാൽ സാധാരണക്കാരനല്ല, സ്പെയിനിലുള്ളവനാണ്. അവനെയാണ് ഹീറോ DCPയുമായി ചേർന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അവനെയും കൂടെ കൊല്ലണമല്ലോ എന്ന് ചോദിച്ച് ചിരിച്ചിട്ട് ആ പെൺകുട്ടിയോട് ഇയാൾ പറയാണ്, നീ കാണാൻ വളരെ സുന്ദരിയാണ്, ഈ സ്വർണ്ണമൊന്നും എനിക്ക് പോരാ, ഞാൻ വേറെ എന്തെങ്കിലും ചോദിച്ചാൽ നീ തരുമോ? നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാം,
എന്ത് വേണം എന്ന് നായിക ചോദിക്കുമ്പോൾ നീ എൻ്റെ കൂടെ കിടക്ക പങ്കിടുമോ എന്ന് അയാൾ ചോദിക്കുകയാണ്. നായികയ്ക്ക് അത് കേട്ട് ഒരു മാതിരി ആവുന്നുണ്ട്. എങ്കിലും ശരി തയ്യാറാണ് എന്ന് അവൾ സമ്മതിക്കുമ്പോൾ ഹീറോ കുലുങ്ങിച്ചിരിക്കുകയാണ്. നീ കാണാൻ നല്ലൊരു കുടുംബത്തിൽ ജനിച്ച കുട്ടിയെ പോലെയുണ്ട്, ഇതൊക്കെ നിനക്ക് ആവശ്യമില്ലാത്ത പണിയാണ്, ഈ സ്വർണം നീ തന്നെ വെച്ചോ, ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും നായികയെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. ഇപ്പോൾ നായികയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. മിണ്ടാതെ ഈ ലോകം വിട്ട് പോയാലോ എന്നൊക്കെ നായിക ചിന്തിക്കുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം എന്ന് അവിടെ കാണിക്കുന്നത്. നായിക ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ സ്കൂളിൽ വെച്ച് ഒരു പയ്യൻ അവളെ പ്രണയിച്ചിരുന്നു. ആ പ്രണയം അവർ വളരും തോറും തുടർന്നു. കോളേജിൽ പഠിക്കുമ്പോഴും അത് തുടർന്ന് ഒരു ഘട്ടത്തിൽ അത് വീട്ടിൽ പറഞ്ഞു. നായികയുടെ വീട്ടുകാർ അത് സമ്മതിക്കുന്നില്ല. കാരണം ആ പയ്യൻ ഒരു ഹിന്ദു ആയതുകൊണ്ട് ഇരുവരും ഒന്നിക്കാൻ പാടില്ല എന്നവർ ചിന്തിക്കുന്നു. അങ്ങനെ വീട്ടിൽ നിന്നിറങ്ങി വന്ന് നായിക ആ പയ്യനെ വിവാഹം കഴിക്കുന്നു. അവൻ കോളേജിൽ പഠിക്കുന്നതുകൊണ്ട് സ്ഥിരമായ ജോലിയൊന്നുമില്ല. ജോലി തേടി അവൻ ഒരുപാട് അലയുന്നുണ്ട്. പുതുതായി വിവാഹം കഴിച്ചതുകൊണ്ട് ഭാര്യയെ നോക്കേണ്ട ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് അവളെ അവൻ മുംബൈയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. മുംബൈയിൽ ഒരുപാട് പേരുണ്ടല്ലോ, അവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമെന്ന് രണ്ടുപേരും പ്ലാൻ ചെയ്യുകയാണ്. അപ്പോഴാണ് മുംബൈയിലുള്ള ഒരു വലിയ ഗുണ്ടയുടെ കണക്കുകൾ നോക്കുന്ന ജോലി നായികയുടെ ഭർത്താവിന് ലഭിക്കുന്നത്. അയാൾക്ക് അക്കൗണ്ട്സ് അറിയാവുന്നതുകൊണ്ട് ആ ജോലിയിൽ ചേർന്നതാണ്. എന്നാൽ ഒരു ദിവസം നായിക വീട്ടിൽ തനിച്ചായിരിക്കുമ്പോൾ രാവിലെ ജോലിക്ക് പോയ ഭർത്താവ് രാത്രിയായിട്ടും തിരിച്ചു വന്നില്ല. അത് അവരെ വല്ലാതെ ഭയപ്പെടുത്തി. അപ്പോൾ പാതിരാത്രിയിൽ നായികയുടെ വീട്ടുവാതിൽക്കൽ ആരോ മുട്ടുകയാണ്. വാതിൽ തുറന്നു നോക്കുമ്പോൾ കുറെ ഗുണ്ടകൾ നായികയുടെ ഭർത്താവിനെ ഗുരുതരമായ പരിക്കുകളോടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. നായികയ്ക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. റോഡിൽ ജനലിലൂടെ അവൾ നോക്കുമ്പോൾ അവളുടെ ഭർത്താവ് ആർക്ക് കീഴിലാണോ ജോലി ചെയ്യുന്നത് ആ ഏരിയയിലെ ഡോൺ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഒരു ചെറിയ സംഭവം ഉണ്ടായി, ഇവനാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്, അതുകൊണ്ടാണ് അവന് പരിക്കേറ്റത്, സുരക്ഷിതമായി നോക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ്. നായികയും ഇതിൽ തകർന്നു പോവാണ്. തന്റെ ഭർത്താവിനോട് ഇങ്ങനൊരു ജോലി ചെയ്തിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്, ഇവിടെ എത്രയോ നല്ല ജോലികളുണ്ട്, കുറഞ്ഞ ശമ്പളമാണെങ്കിലും അത് ചെയ്യാം, ഇതൊന്നും വേണ്ട എന്ന് അവൾ പറയാണ്. അപ്പോൾ നായികയുടെ ഭർത്താവും ഞാനിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞാൽ അവരെന്നെ വിടുമെന്ന് അറിയില്ല, കാരണം അവർ ഒരുപാട് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ക്രിക്കറ്റ് വാതുവെപ്പ് മുതൽ മയക്കുമരുന്ന് കടത്ത് വരെ മുംബൈയിൽ നടക്കുന്ന ഒട്ടുമിക്ക തെറ്റുകളും അവരുടെ ഇടത്തിൽ നിന്നാണ് പോകുന്നത്. അവർക്ക് മുകളിൽ ജലാൽ എന്ന് പറയുന്ന ഒരു ബോസ് കൂടെയുണ്ട്. ഇപ്പോൾ അവരുടെ കണക്കുകളെല്ലാം എനിക്കറിയാവുന്നതുകൊണ്ട് എന്നെ പെട്ടെന്നൊന്നും ജോലിയിൽ നിന്ന് പറഞ്ഞു വിടില്ല എന്നയാൾ സങ്കടപ്പെടുന്നു. ഇതിൽ നായികയ്ക്കും ദേഷ്യം വരികയാണ്. നീ ഈ ജോലി വിട്ടേ തീരൂ, ഇതാ നോക്ക്, ഈ 2 ഗുളികൾ കഴിച്ച് നമുക്ക് ഒരുമിച്ച് മരിക്കാം, ഇങ്ങനെയൊന്നും എനിക്ക് കഷ്ടപ്പെടാൻ കഴിയില്ല എന്നവൾ പറയുന്നു. ഇപ്പോൾ ഭർത്താവിനും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അങ്ങനെ ആ പരിക്കുകളൊക്കെ ഭേദമായതിനു ശേഷം അയാളും ജോലി രാജിവെച്ച് വേറൊരു ജോലി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്നാൽ കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ നായികയ്ക്ക് ഒരു വാർത്ത വരാണ്. അതായത് ജോലി അന്വേഷിച്ചു പോയ തന്റെ ഭർത്താവ് ഒരു എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടുവെന്നും അയാളുടെ മൃതദേഹം മാത്രമാണ് തിരിച്ചു വന്നതെന്നും. ഇത് കാണുന്ന നായിക തകർന്നു പോവാണ്. ആരാണിത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഒരു ഇൻസ്പെക്ടർ അവിടെ ഹാജരാകുന്നുണ്ട്. അങ്ങനെ ഈ കേസ് കോടതിയിൽ വരുന്നു. കോടതിയിൽ ഈ ഇൻസ്പെക്ടർക്ക് വേണ്ടി ഒരു വക്കീൽ ഹാജരായിട്ട് പറയുന്നുണ്ട്, ഈ സ്ത്രീയുടെ ഭർത്താവ് ജലാൽ എന്ന വലിയൊരു ഗുണ്ടയുടെ വലതുകൈയായി പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ തെറ്റായ കാര്യങ്ങളും കണക്കുകളടക്കം എല്ലാം അവന്റെ കൈവശമായിരുന്നു. ഇത് പോലീസ് കണ്ടെത്തിയപ്പോൾ പോലീസിനെ അയാൾ ആക്രമിച്ചു, അതുകൊണ്ടാണ് ഇൻസ്പെക്ടർ എൻകൗണ്ടർ ചെയ്തത് എന്ന് പറഞ്ഞ് ആ ഇൻസ്പെക്ടർ അയാൾ കേസിൽ നിന്ന് വിമുക്തനാക്കുന്നു. അതുകൊണ്ടാണ് നായിക തന്റെ ഭർത്താവിനെ ഇങ്ങനെ ചെയ്ത ആ ഗുണ്ടയും അവന്റെ ബോസായ ജലാലിനെയും ഈ ഇൻസ്പെക്ടറെയും ഈ വക്കീലിനെയും കൊല്ലണമെന്ന് പറഞ്ഞ് ഹീറോയോട് സഹായം ചോദിക്കാൻ വന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നായിക വീണ്ടും തന്റെ അമ്മായിയമ്മയോടൊപ്പം ആ ബിരിയാണി കടയിൽ ജോലി ചെയ്യുന്നതായി കാണിക്കുന്നു. അതായത് കഥ ഇപ്പോൾ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. ഇപ്പോൾ ഹീറോ ഫിജിയിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ നമ്മുടെ നാട്ടിലെ ബിരിയാണി അവസാനമായി കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ ആ ബിരിയാണി കടയിൽ വന്ന് ബിരിയാണി വാങ്ങുന്നു. കൂട്ടത്തിൽ ഒരു 10 ബിരിയാണി പാഴ്സൽ വാങ്ങി ഡിക്കിയിൽ വെക്കാൻ നായികയോട് പറയുന്നു. അപ്പോഴാണ് ഹീറോയുടെ കാറിന്റെ ഡിക്കിയിൽ ഒരു തോക്കുള്ളത് നായിക ശ്രദ്ധിക്കുന്നത്. ഇവനോട് ഞാൻ സഹായം ചോദിച്ചിട്ട് ഇവനൊന്നും ചെയ്തില്ല, ഇത് ഞാൻ തന്നെ ചെയ്യാമെന്ന് കരുതി ആ തോക്ക് അവൾ കൈവശപ്പെടുത്തുന്നു. മറുവശത്ത് ഹീറോ നേരത്തെ പറഞ്ഞ ആ തിരക്കുള്ള ഏരിയയിൽ പോയിട്ട് ഞാൻ ഈ നാട്ടിൽ നിന്നും പോവുകയാണെന്നും എല്ലാവരും ബിരിയാണി കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ആ ബിരിയാണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നായിക ലോക്കലായിട്ടുള്ള ഒരു ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട്. ആ ഹോട്ടലിൽ ഇപ്പോൾ ഈ ഇൻസ്പെക്ടർ ഇരിക്കുന്നുണ്ട്. അവളുടെ ബാഗിലാണ് ആ തോക്ക് വെച്ചിരിക്കുന്നത്. ഈ ഇൻസ്പെക്ടർ ഇവിടെ വെച്ച് തന്നെ വെടിവെക്കാമെന്ന് അവൾ നോട്ടമിട്ടിരിക്കുകയാണ്. എന്നാൽ അവൾക്ക് വല്ലാത്ത ഭയമുണ്ട്. അപ്പോൾ ഹീറോയുടെ ഉറ്റ സുഹൃത്ത് കാറിൽ നോക്കുമ്പോൾ ആ തോക്ക് കാണാതായ കാര്യം അറിയാണ്. അവനത് ഹീറോയോട് പറയാണ്. ഇപ്പോൾ ഹീറോയും അവന്റെ സുഹൃത്തും ആ തോക്ക് അന്വേഷിച്ചിറങ്ങുന്നു. നായികയാട്ടെ ആ ഇൻസ്പെക്ടർ പിന്നാലെ വന്ന് അയാളെ ലക്ഷ്യം വെക്കാൻ നോക്കുന്നു. എന്നാൽ അതിനിടയിൽ അവിടെ ഒരു ചായം മറയുന്നു. ആ ഗ്യാപ്പിൽ ഇൻസ്പെക്ടർ അവിടെ നിന്ന് പോവാണ്. ഇത്രത്തോളം വന്നിട്ടും അവനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് അവൾക്ക് വിഷമാവുന്നു. അപ്പോഴാണ് അതേ ഹോട്ടലിലേക്ക് ആ വക്കീൽ വരുന്നത് നായിക കാണുന്നത്. ശരി, ഇവന്റെ കഥയെങ്കിലും കഴിക്കാമെന്ന് കരുതി ആ വക്കീൽ ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവൾ ഫോളോ ചെയ്തു പോയി തോക്ക് ചൂണ്ടുന്നു. ആ വക്കീൽ നായികയെ തടുത്ത് നിർത്തിയിട്ട് എന്നെ വെടിവെക്കാൻ വരുന്നതെന്ന് ചോദിച്ച് നായികയെ ക്രൂരമായി മർദ്ദിക്കുന്നു. അതിനുശേഷം വക്കീൽ നായികയുടെ നേരെ തോക്ക് ചൂണ്ടുമ്പോൾ ആ സ്ഥലത്തേക്ക് ഹീറോ വരാണ്. അവിടെ അപകടത്തിൽ നിൽക്കുന്ന നായികയെ രക്ഷിച്ച് ആ വക്കീലിനെ ഹീറോ സ്വന്തം കൈകൊണ്ട് കൊല്ലുവാണ്. ആ വക്കീൽ അടിച്ചതുകൊണ്ട് നായികയ്ക്കും കുറച്ച് പരിക്കേറ്റു. അവരെയും ഹീറോ തന്റെ താമസ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. അവൾക്ക് ഹീറോ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഫിജിയിലേക്ക് പോകേണ്ട ഫ്ലൈറ്റ് അയാൾക്ക് മിസ്സാവുന്നു. ഈ ഒരു ഫ്ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വിട്ടാൽ ഇനി അടുത്ത മാസമേ പോകാൻ കഴിയൂ. എന്നാൽ അപ്പോൾ വിസ എൻ്റെ കയ്യിലുണ്ടാവില്ല.
എനിക്ക് പോകാനുള്ള ഒരേ ഒരു അവസരവും ഇപ്പോൾ നഷ്ടപ്പെട്ടു. ഇനി ഈ നാട്ടിൽ തന്നെ നിന്ന് ഈ ജോലി തന്നെ ചെയ്ത് നരകതുല്യമായ ജീവിതം നയിക്കേണ്ടി വരും എന്ന് ഹീറോയുടെ സുഹൃത്ത് സങ്കടപ്പെടുന്നു. ഹീറോയുടെ മുഖവും മാറുകയാണ്. എങ്കിലും നായികയെ ആദ്യമായി കണ്ട നിമിഷം മുതൽ ഹീറോയ്ക്ക് അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. ഈ പെൺകുട്ടിക്ക് വേണ്ടി ഇവിടെ നിൽക്കാം എന്ന് ഹീറോയ്ക്ക് തോന്നുകയാണ്. ഇപ്പോൾ നായികയും ആ പരിക്കുകളിൽ നിന്ന് പതിയെ റിക്കവറായി വരികയാണ്. ഹീറോ തന്റെ റൂമിൽ തന്നെ അവരെ താമസിപ്പിച്ച് ചികിത്സ നൽകി നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത്, നീ വളരെ ധൈര്യമുള്ള പെൺകുട്ടിയാണ്, നിന്നെ പോലെ ധൈര്യമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ പറയാണ്. കുറച്ച് പരിക്കൊക്കെ മാറിയപ്പോൾ അവളെ തന്റെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തി ക്യാരംസ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത് വളരെ നന്നായി സംസാരിച്ച് ഇടപഴകാൻ തുടങ്ങുന്നു. നമ്മുടെ ഹീറോ ഒരു പ്ലേ ബോയ് ആണ്. രാത്രി പെണ്ണുങ്ങളില്ലാതെ അവൻ ഉറങ്ങില്ല. അങ്ങനെ അവന്റെ സ്ഥലത്തേക്ക് നിരവധി സ്ത്രീകളെ അവൻ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ നായികയും കാണുന്നുണ്ട്. ഇപ്പോൾ നായികയ്ക്കും അവളുടെ ഭർത്താവിന്റെ ഓർമ്മകൾ വന്ന് ആ കടൽ തീരത്ത് പോയിരിക്കുന്നത് ഹീറോ കാണാണ്. അങ്ങനെ നായികയോട് സംസാരിക്കുമ്പോഴാണ് ഭർത്താവിന് എന്താണ് സംഭവിച്ചതെന്നും അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നും ഹീറോ ചോദിച്ചറിയുന്നത്. ആ കഥ കേട്ട് ഇയാൾ കണ്ണീർ വാർക്കാണ്. ആ സമയത്ത് ആ DCP ഹീറോയെ വിളിച്ചിട്ട്, നീ ഇപ്പൊ തന്നെ നേപ്പാളിലേക്ക് തിരിക്കണം. ഇന്ത്യയിൽ ഇങ്ങനെ നിരവധി തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പെയിൻകാരനായ ജലാൽ ഇപ്പോൾ നേപ്പാളിലേക്ക് വരുന്നുണ്ട്. നീ നേപ്പാളിലേക്ക് പോയാൽ അവനെ പിടിക്കാം, നമ്മുടെ പണിയും തീരും എന്ന് പറയുന്നു. ഈ കാര്യം ആദ്യം തന്നെ ഹീറോ നായികയോടാണ് വന്ന് പറയുന്നത്. നിന്റെ ഭർത്താവിന്റെ മരണത്തിന് പ്രധാന കാരണക്കാരനായ സ്പെയിൻകാരൻ ജലാൽ നേപ്പാളിലേക്ക് വരുന്നുണ്ട്. അവന്റെ കഥ കഴിക്കാൻ ഞാൻ നേപ്പാളിലേക്ക് പോവാണ് എന്നയാൾ പറയുന്നു. അപ്പോൾ നായികയും, ഞാനും കൂടെ വരികയാണ്, ദയവായി എന്നെയും കൂട്ടിക്കൊണ്ടു പോ, അവൻ എന്റെ കൈകൊണ്ട് എന്തെങ്കിലും ചെയ്താലേ എനിക്ക് സമാധാനാവൂ എന്ന് പറയുന്നു. അപ്പോഴാണ് അവിടെ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കൂടെ കാണിക്കുന്നത്. അതായത് നായികയുടെ ഭർത്താവ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് മരിച്ചതെന്ന് അവിടെ കാണിക്കുന്നു. നായികയോട് പറഞ്ഞിട്ട് ആ ഡോണിനെ കണ്ട് ജോലി രാജിവെക്കാമെന്ന് കരുതി അയാൾ വരികയാണ്. അപ്പോൾ ആ സ്ഥലത്ത് ആ ഇൻസ്പെക്ടറും ഉണ്ട്. ആ മുംബൈ ഡോൺ പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം, നമ്മുടെ ബോസ് ജലാലിനോടാണ് നീ സംസാരിക്കേണ്ടത്, ഞാൻ ഫോൺ കണക്ട് ചെയ്ത് തരാം, നീ തന്നെ സംസാരിക്കേ. അങ്ങനെ ജലാലിനെ ഫോണിൽ വിളിച്ചിട്ട്, എന്റെ ഭാര്യ എന്നോട് വേറെ പണിക്ക് പോകാൻ പറയുന്നു, ഞാനും അവളും ഈ നാട് വിട്ടു പോവാണ്, അതുകൊണ്ട് ഈ ജോലി എനിക്ക് ശരിയാവില്ല, എന്നെ വിട്ടേക്ക്, ഞാൻ പൊക്കോളാം, നിങ്ങളുടെ രഹസ്യങ്ങളൊന്നും ഞാൻ ആരോടും പറയില്ല എന്ന് അയാൾ അവിടെ പറയാണ്. എന്നാൽ ഇതൊന്നും കേൾക്കാതെ ജലാൽ നായികയുടെ ഭർത്താവിനെ കൊല്ലാൻ പറയുന്നു. അതിനുശേഷം ആ ഗ്യാങ് ഒന്നടങ്കം നായികയുടെ ഭർത്താവിനെ ഓടിച്ചിട്ട് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അതായത് ഈ ഇൻസ്പെക്ടറാണ് നായികയുടെ ഭർത്താവിനെ ക്രൂരമായി ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയത്. അങ്ങനെ ചെയ്തത് കൊണ്ടാണ് പ്രതികാരം ചെയ്യണമെന്നൊരു പക നായികയുടെ ഉള്ളിലുള്ളത്. കട്ട് ചെയ്താൽ ഇപ്പോൾ നമ്മുടെ ഹീറോ നായികയും കൂട്ടിക്കൊണ്ട് നേപ്പാളിലേക്ക് വരികയാണ്. കൂടെ ഹീറോയുടെ സുഹൃത്തുക്കളും വരുന്നുണ്ട്. എന്നാൽ അവിടെ അവർക്കൊരു വലിയ ട്വിസ്റ്റാണ് കാത്തിരിക്കുന്നത്. അവിടെ ജലാൽ വരുമെന്ന് കരുതിയപ്പോൾ ജലാലിന്റെ ഗുണ്ടകൾ മാത്രമാണ് വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് ആരോ ജലാലിനെതിരെ സ്കെച്ച് ഇടുന്നുണ്ട് എന്നൊരു വിവരം അവന് പോയിട്ടുണ്ട്. അതെങ്ങനെ പോയി എന്ന് വെച്ചാൽ, നായിക ഹോട്ടലിൽ വെച്ച് വക്കീലിന്റെ കഥ കഴിച്ചല്ലോ, അത് ജലാൽ അറിയുകയും അതോടെ അവൻ കുറച്ച് ജാഗ്രത പാലിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് സ്വന്തം ഗുണ്ടകളുടെ കയ്യിൽ തോക്ക് കൊടുത്തിട്ട് അവിടെ വെച്ച് ഹീറോയുടെയും അവന്റെ സുഹൃത്തുക്കളുടെയും കഥ കഴിക്കാൻ അവൻ പറഞ്ഞത്. എന്നാൽ ഹീറോ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഇത് സ്പെയിനിലിരുന്ന് ജലാൽ കേൾക്കുന്നുണ്ട്. ജലാലിന് ഈ കാളയെ മെരുക്കുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ആ കാളയെ മെരുക്കുന്നതിനിടയിൽ ഇപ്പോൾ അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കാം, പക്ഷെ വൈകാതെ തന്നെ എന്റെ കുടുംബത്തിൽപ്പെട്ട അവനെ ഞാൻ തീർക്കും എന്ന് ജലാൽ പറയാണ്. എന്താ, ഹീറോ ജലാലിന്റെ കുടുംബത്തിൽപ്പെട്ടവനാണോ? എന്ത് ട്വിസ്റ്റാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ സംഭവത്തിന് ശേഷവും ഹീറോയും നായികയും നേപ്പാളിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നായികയും വല്ലാതെ ഭയപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുകൊണ്ടാണോ നീ ഇത്രയും റിസ്ക് എടുക്കുന്നത് എന്ന് നായിക ഹീറോയോട് ചോദിക്കുന്നു. അപ്പോഴാണ് ഹീറോ തന്റെ മനസ്സിലുള്ള പ്രണയം വെളിപ്പെടുത്തുന്നത്. നീ നിന്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം, എന്നാലും നിന്റെ മനസ്സിൽ എനിക്കും ഒരു സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പറഞ്ഞ് ഹീറോ നായികയുടെ തോളിലേക്ക് ചാരിയിരിക്കുമ്പോൾ നായികയ്ക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നുകയാണ്. ഭർത്താവിനോട് വഞ്ചന കാണിക്കുകയാണോ എന്ന് ചിന്തിച്ച് ഹീറോ ഉറങ്ങിയതിനു ശേഷം ആ സ്ഥലം വിട്ട് അവൾ എന്നേക്കുമായി പോവുകയാണ്. അങ്ങനെ നേപ്പാൾ മുഴുവൻ ഹീറോ അവളെ തെരഞ്ഞെങ്കിലും എവിടെയും കണ്ടെത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ വീണ്ടും അവൻ മുംബൈയിലേക്ക് തിരിച്ചു വരികയാണ്. ഇവിടെ ജലാൽ തന്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. അതായത് സ്പെയിനിലുള്ള അവന്റെ വീട്. അതൊരു ബംഗ്ലാവ് തന്നെയാണെന്ന് പറയാം. ജലാൽ അവരുടെ മേലും ഒരു അധികാരം കാണിക്കുമെങ്കിലും ഒരാൾക്ക് മുന്നിൽ മാത്രം അവൻ അടങ്ങി നിൽക്കും. അതാണ് ജലാലിന്റെ ഭാര്യയായ റാബിയ എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ നായിക. നമ്മുടെ റാബിയ മാനസികമായി അല്പം തകർന്ന അവസ്ഥയിലുള്ള ആളാണ്. അതുകൊണ്ട് എപ്പോഴും കളർ പെൻസിൽ വെച്ച് അവിടെയുള്ള ചുവരുകളിലൊക്കെ എന്തെങ്കിലും വരച്ചുകൊണ്ടിരിക്കും. ജലാലിന് തന്റെ ഭാര്യയോട് ജീവന തുല്യം സ്നേഹമുള്ളത് കൊണ്ട് ഭാര്യയോടൊപ്പം ചേർന്ന് അവനും അവിടെ ഒരു കുട്ടിയായി മാറി ചുവരുകളിൽ വരയ്ക്കും. മറ്റൊരു വശത്ത് നമ്മുടെ ഹീറോ മുംബൈയിലുള്ള നായികയുടെ അമ്മായിയമ്മയെ വന്ന് കാണുകയാണ്. നിങ്ങളുടെ മരുമകൾ ഇവിടെ വന്നോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല, ഒരാഴ്ചയായി വിളിച്ചിട്ട് ഞാനും അവളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നവർ പറയാണ്. ഇപ്പോൾ ഹീറോ നേപ്പാളിൽ പോയിട്ടും ജലാലിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നായികയും കാണാതായി എന്ന് പറഞ്ഞ് ആ DCPയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ആ പെൺകുട്ടിയെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണം, ഞാനും എൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് DCP നായികയുടെ ID ചോദിക്കുകയാണ്. ഹീറോ തന്റെ കയ്യിലുള്ള ഒരു ID DCPക്ക് കൊടുക്കുകയും അദ്ദേഹം അത് പേഴ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ദിവസങ്ങൾ കടന്നു പോവാണ്. എത്ര ദിവസമായിട്ടും നായിക എവിടെ പോയി എവിടെയാണെന്ന് ഒരു വിവരമില്ല. ഹീറോയും അതിൽ വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവന്റെ മൈൻഡ് മാറ്റാൻ സുഹൃത്തുക്കൾ പല സ്ത്രീകളെയും അവന്റെ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ആ പെൺകുട്ടികൾ വരുമ്പോൾ ഹീറോ വല്ലാതെ കരയാണ്. ഏത് പെൺകുട്ടിയെ കണ്ടാലും ഇപ്പോൾ അവളുടെ ഓർമ്മയാണ് വരുന്നത്. ഞാൻ ഇങ്ങനെയൊന്നും കരഞ്ഞിട്ടില്ലടാ, എനിക്ക് അവളെ വേണം,
എന്ന് പറഞ്ഞ് കരയാണ്. ഒന്നിനും കരയാത്ത ഹീറോയെ കണ്ട് സുഹൃത്തുക്കളും ഒപ്പം ചേർന്ന് കരയാണ്. അപ്പോഴാണ് ഹീറോയ്ക്ക് പെട്ടെന്ന് അതിയായ ദേഷ്യം വരുന്നത്. ആ മുംബൈയിലുള്ള ഡോൺ ഉണ്ടല്ലോ, അതായത് ജലാലിന്റെ ഗുണ്ട, അവനാണല്ലോ നായികയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം. അതുകൊണ്ട് അവനെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല എന്ന് കരുതി ഹീറോ തോക്കുമെടുത്ത് നേരെ ആ മുംബൈ ഡോണിന്റെ സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ അവിടെ പോയി സകലരെയും ഹീറോ തകർത്തിട്ട് വരികയാണ്. ഈ വിവരം DCPയും സ്പെയിനിലിരുന്ന ജലാലും അറിയുന്നു. ജലാലിന് ഭയങ്കര ദേഷ്യം വരാണ്. DCP ഹീറോയോട് വല്ലാതെ ദേഷ്യപ്പെടുന്നു. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇതിനകം തന്നെ ജലാലിന് ഇതെല്ലാം ചെയ്യുന്നത് നമ്മളാണോ എന്നൊരു സംശയമുണ്ട്. നീ വീണ്ടും അത് എന്തിനാ ഉറപ്പിക്കുന്നത്? നീ ഇങ്ങനെ അനാവശ്യമായി എടുത്തു ചാടിയാൽ ഇതിന്റെയൊക്കെ തലവനായ ജലാലിനെ നമുക്ക് പിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ചൂടാവുകയാണ്. ഈ ഒരു സമയത്ത് ഹീറോയ്ക്ക് അവന്റെ സുഹൃത്തുക്കളിൽ നിന്ന് ഒരു വിവരം ലഭിക്കുന്നു. അതായത് നായികയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തന്നെ. ഒരു വിനായക പൂജയിൽ നായികയെ കണ്ടെന്നാണ് അവൻ പറയുന്നത്. ഹീറോയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവളൊരു മുസ്ലിം പെൺകുട്ടിയല്ലേ, അവൾ എന്തിനാ വിനായക പൂജയിൽ പങ്കെടുക്കുന്നത്? എന്താടാ നീ പറയുന്നത് എന്ന് ചോദിച്ച ഹീറോയെയും കൂട്ടി അവർ ആ സ്ഥലത്തേക്ക് പോവാണ്. അവിടെ യഥാർത്ഥത്തിൽ സാരിയൊക്കെ കൊടുത്ത് നായിക വരുന്നുണ്ട്. അങ്ങനെ അമ്മായിമ്മ എന്ന് പറഞ്ഞ കൂടെയുള്ള ഒരു സ്ത്രീയോട് നായിക അമ്മ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. തന്റെ ഭർത്താവിനെ കൊന്നതിന് ആരെയാണോ അവൾ പ്രതികാരം ചെയ്യണമെന്ന് കരുതിയത് അതേ ഇൻസ്പെക്ടറോട് അവൾ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. നമ്മുടെ നായിക ഇപ്പോൾ ആ ഇൻസ്പെക്ടറെ വിവാഹം കഴിച്ച് 1 മാസമായി അയാളോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന സത്യം ഹീറോയെ വല്ലാതെ ഞെട്ടിക്കുന്നു. അങ്ങനെ ആ ഇൻസ്പെക്ടറുടെ കൂടെ മുംബൈ ഡോൺ വെക്കുന്ന ഒരു പൂജയിൽ നായിക പങ്കെടുക്കുന്നു. അമ്മായിമ്മയുടെ കയ്യിൽ നിന്നും മൂർച്ചയുള്ള ഒരു മോതിരം വാങ്ങി വിരലിടുന്നു. അതിനുശേഷം അവിടെയുള്ള എല്ലാവരും ഹോളി ആഘോഷിക്കുമ്പോഴാണ് നായികയുടെ തനി നിറം പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ ഹീറോയെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. വെറുതെ അവനെയും ഈ പ്രശ്നത്തിൽ എന്തിനാ കൊടുക്കുന്നത് എന്ന് കരുതി തന്റെ പ്രശ്നം ഞാൻ തന്നെ തീർത്തോളാം എന്ന് തീരുമാനിച്ചിട്ട് ഇൻസ്പെക്ടറുടെ ഭാര്യയായി അഭിനയിച്ച് അയാളെയും മുംബൈ ഡോണിനെയും കൊല്ലാനാണ് അവൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ ആൾക്കൂട്ടത്തിനിടയിലൂടെ വന്ന് മുംബൈ ഡോണിന്റെ കഥ നായിക കഴിക്കുന്നു. ഇത് ആ ഡോണിന്റെ അസിസ്റ്റന്റ് കാണുകയും നായികയെ അടിക്കാൻ വരികയും ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഹീറോ കുറുകെ വന്ന് നായികയെ രക്ഷിക്കുന്നു. അപ്പോഴേക്കും ഇൻസ്പെക്ടർ അവിടെ നിന്ന് ഓടി വരുന്നു. നായിക ഭയന്നതുപോലെ അഭിനയിച്ച് ആരോ വന്ന് ഡോണിനെ കൊന്നു, നമുക്ക് വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടറെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതെല്ലാം കണ്ട ഹീറോ നേരെ നായികയുടെ അമ്മായിയമ്മയുടെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. ഇവിടെ എന്താ നടക്കുന്നത്? എന്തിനാണ് അവൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ DCP ഇല്ലേ, അദ്ദേഹം കുറച്ചു നാൾ മുമ്പ് ഞങ്ങളോട് വന്ന് സംസാരിച്ചിരുന്നു. അദ്ദേഹം കൊടുത്ത പ്ലാനാണിത്. അങ്ങനെയാണ് അവൾ അവിടെ ഇൻസ്പെക്ടറുടെ ഭാര്യയായി അഭിനയിക്കുന്നത്. അങ്ങനെ അഭിനയിച്ച് അവരുടെ ഇൻഫർമേഷൻസ് ഒക്കെ കുറേശ്ശെയായി DCPക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ അവൾ തീർക്കേണ്ട പ്രതികാരവും തീർത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർ പറയുന്നു. നായികയോട് ഉടനെ ഈ സ്ഥലത്തേക്ക് വരണം എന്ന് ഹീറോ പറയുന്നു. അങ്ങനെ ഹീറോയെ കാണാൻ നായിക വരികയാണ്. ഹീറോയ്ക്ക് വല്ലാത്ത ദേഷ്യമാണ്. ഞാൻ എന്താ നിന്നോട് പറഞ്ഞത്? നിനക്ക് വേണ്ടി, നിന്നോടുള്ള പ്രണയം കാരണം നിനക്ക് ശത്രുക്കളായിട്ടുള്ളവരൊക്കെ എനിക്കും ശത്രുക്കളാണെന്നും അവരെയൊക്കെ ഞാൻ തന്നെ തീർക്കുമെന്നല്ലേ പറഞ്ഞത്? എന്നാൽ നീ അതൊക്കെ വിട്ടിട്ട് ആ വൃത്തികെട്ട ഇൻസ്പെക്ടറെ കല്യാണം കഴിച്ച് അവനോടൊപ്പം 1 മാസം കുടുംബമായി ജീവിച്ച് അവരുടെ കഥ കഴിക്കാൻ നോക്കുകയാണോ? അപ്പോൾ എന്റെ പ്രണയത്തിന് നിന്റെ മുമ്പിൽ ഒരു വിലയില്ലേ? ഞാൻ നിന്നെ തൊട്ടപ്പോൾ തെറ്റായി തോന്നി, നിന്റെ തോളിൽ ചാരിയപ്പോൾ തെറ്റായി തോന്നി. എന്നാൽ നിന്റെ പകയ്ക്ക് വേണ്ടി ആ ഇൻസ്പെക്ടർ നിന്റെ കൂടെ 1 മാസം ഭർത്താവായി ജീവിക്കുന്നത് നിനക്ക് തെറ്റായി തോന്നിയില്ലേ എന്ന് ചോദിച്ച ഹീറോ വല്ലാതെ സങ്കടപ്പെടുന്നു. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോ. എപ്പോൾ വേണമെങ്കിലും എന്റെ ഭർത്താവായ ആ ഇൻസ്പെക്ടർ വരാം, പിന്നെ എന്റെ പ്ലാനുകളെല്ലാം വെറുതെ ആവും എന്ന് നായിക പറയാണ്. ശരി, ഓക്കെ, ഞാൻ നിന്നെ ആദ്യമായി കണ്ടപ്പോൾ ഒരു കാര്യം ചോദിച്ചില്ലേ, അതെനിക്കിതാ, ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം എന്ന് ഹീറോ പറയാണ്. നായികയും അത് സമ്മതിച്ച് ഹീറോയുടെ അടുത്തേക്ക് വരികയാണ്. എന്നാൽ ഹീറോയ്ക്ക് അവളുടെ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അവൻ ആകെ തകർന്നു പോവാണ്. യഥാർത്ഥത്തിൽ ഒരു റോമിയോ ആയി മാറി എന്റെ പ്രണയം മനസ്സിലാക്കാത്ത നിന്നെ എനിക്കിങ്ങനെ കാണാനും കഴിയില്ല, അതിനെ ഉൾക്കൊള്ളാനും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ നായിക ഈ ആഴ്ച മുഴുവൻ ശേഖരിച്ച വിവരങ്ങളെല്ലാം ഒരു ട്രെയിനിലിരുന്ന് DCPയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം DCP ഇപ്പോൾ ട്രെയിനിലിരുന്ന് ഒരു സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻസ്പെക്ടറോട് ഒരുത്തൻ പറയാണ്. നായിക അവിടെ പർദ്ദ ധരിച്ചിരിക്കുന്നത് കൊണ്ട് ആ പെൺകുട്ടി ആരാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല. ഇതേ ട്രെയിനിലാണ് നമ്മുടെ ഹീറോയും വരുന്നത്. നേരത്തെ തന്നെ ട്രെയിനിൽ ഇൻസ്പെക്ടർ ഒരു സ്പൈയെ വെച്ചിട്ടുണ്ടായിരുന്നു. അവനുമായി ഫോണിൽ സംസാരിക്കുന്നത് ഹീറോ ഒളിച്ചു കേൾക്കാണ്. ഹീറോ അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്നു. അവിടെ DCPയോടൊപ്പം ഇരിക്കുന്ന നായികയെ കാണുന്നു. ദയവ് ചെയ്ത് രണ്ടുപേരും ഇവിടുന്ന് പോ, ഇവളുടെ ഭർത്താവ് അടുത്ത സ്റ്റേഷനിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ 3 പേരും ഞെട്ടാണ്. നായിക പർദ്ദയിട്ട് അവിടെ ഒരു വശത്തേക്ക് മാറി നിൽക്കുന്നു. ഇപ്പോൾ ഹീറോ DCPയുടെ കൂടെ ഇരിക്കുകയാണ്. അടുത്ത സ്റ്റേഷൻ വന്നതും ഇൻസ്പെക്ടറും സംഘവും ആ ബോഗിയിലേക്ക് വരുന്നു. എല്ലാ യാത്രക്കാരോടും പുറത്തു പോകാൻ പറയാണ്. ഇപ്പോൾ DCPയും ഹീറോയും മാത്രം ഉള്ളിലുണ്ട്. ട്രെയിൻ പുറപ്പെടുകയാണ്. അതിനുശേഷം ഇൻസ്പെക്ടർ DCPയുടെ അടുത്ത് വന്നിട്ട്, നീയല്ലേ ഞങ്ങളുടെ ബോസ് ജലാലിനെ പിടിക്കാൻ നോക്കുന്നത്? ഞങ്ങൾക്കെതിരെ ഇതുവരെ പ്രവർത്തിച്ചല്ല നീയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇനി നിന്നെ ജീവനോടെ വിട്ടാലല്ലേ നീ ഇതൊക്കെ കാണൂ എന്ന് പറഞ്ഞ് മറ്റു പോലീസുകാരുമായി ചേർന്ന് DCPയെ വളയുന്നു. അവിടെ ഭയങ്കരമായ ഒരു ഫൈറ്റ് നടക്കുകയാണ്. ആ ഫൈറ്റിനിടയിൽ ഇൻസ്പെക്ടർ DCPയെ വെടിവെക്കും. DCP നിലതെറ്റി താഴെ വീഴാണ്. ഇത് കാണുന്ന ഹീറോയ്ക്ക് കടുത്ത ദേഷ്യം വന്നിട്ട് ഇൻസ്പെക്ടറെ വെടിവെക്കാൻ പോകുമ്പോൾ ഇൻസ്പെക്ടർ ഹീറോയെയും വെടിവെക്കുന്നു. അതിൽ ഹീറോയും ബോധം കെട്ട് അവിടെ താഴെ ഒഴുകുന്ന ഒരു നദിയിലേക്ക് വീഴാണ്. ഇപ്പോൾ ഈ വാർത്ത മീഡിയയിലൊക്കെ വരികയാണ്.
DCP ട്രെയിനിൽ പോകുമ്പോൾ ഹീറോയാണ് DCPയെ വെടിവെച്ചത് എന്ന രീതിയിലാണ് വാർത്ത വരുന്നത്. ഇപ്പോൾ DCP തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. നമ്മുടെ ഹീറോ ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നും അവർ പ്രഖ്യാപിക്കുന്നു. ഇതെല്ലാം TV-യിൽ കാണുന്ന നായിക തകർന്നു പോവാണ്. എല്ലാം തരിപ്പണമാവുന്നു. ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് അവൾ ചിന്തിക്കുകയാണ്. ഇപ്പോൾ അമ്മായിയമ്മയോട് നായിക ഇതെല്ലാം പറഞ്ഞ് കരയാണ്. ഇപ്പോൾ എനിക്കായി ഉണ്ടായിരുന്ന ഹീറോയും പോയി, DCPയും പോയി. ഇതിനുശേഷം ഞാൻ എന്ത് ചെയ്യും? ഇതിനെല്ലാത്തിനും കാരണക്കാരനായ ജലാലിനെ ഞാൻ എങ്ങനെ കൊല്ലും? ഇനിയിപ്പോൾ ആ വിനായകൻ തന്നെ മറുപടി പറയണം എന്ന് നായിക സങ്കടപ്പെടുമ്പോൾ കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ നായികയെ കാണാൻ അവളുടെ ഭർത്താവായ ഇൻസ്പെക്ടർ വരികയാണ്. ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മൾ രണ്ടുപേരും ഹണിമൂണിന് പോകാൻ പോവാണ്. ഹണിമൂണിന് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയാമോ? സ്പെയിനിലേക്ക്. അവിടെ എൻ്റെ ബോസ് ജലാൽ ഒരു പാർട്ടി നടത്തുന്നുണ്ട്. ആ പാർട്ടിയിൽ പോയി നമ്മൾ പങ്കെടുക്കാൻ പോവാണ് എന്ന് ഇൻസ്പെക്ടർ നായികയോട് പറയാണ്. നായികയ്ക്ക് സന്തോഷം അടക്കാനായില്ല. ആഹാ, അപ്പോൾ ആ പാർട്ടിയിൽ വെച്ച് ഈ ഇൻസ്പെക്ടറുടെയും ജലാലിന്റെയും കഥ കഴിക്കാം. വിനായക, നീ നിന്റെ വേല കാണിച്ചല്ലോ എന്ന് പറഞ്ഞ് അവൾക്ക് വളരെ സന്തോഷമാവുന്നു. കട്ട് ചെയ്താൽ ഇപ്പോൾ നമ്മുടെ നായിക ആ ഇൻസ്പെക്ടറുടെ കൂടെ വന്ന് സ്പെയിനിൽ ഇറങ്ങാണ്. അങ്ങനെ ജലാലിന്റെ വീട്ടിലേക്കും വരുന്നു. അവിടെ എല്ലാവരും പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പാർട്ടിയിൽ പോയി വേഷം മാറി അവളും പങ്കെടുക്കുകയാണ്. അവിടെ ജലാലും വന്ന് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നായിക ജലാലിനെ കാണുന്നുണ്ട്. നായികയുടെ കയ്യിൽ ആ മോതിരം ഉണ്ടല്ലോ, അത് അവൾ എടുക്കുന്നു. ജലാൽ അശ്രദ്ധനായി നിൽക്കുന്ന സമയത്ത് അവന്റെ കഥ കഴിക്കാമെന്ന് കരുതി അടുത്തേക്ക് വരുമ്പോൾ ജലാൽ നായികയുടെ കൈ പിടിക്കുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഭർത്താവായ ആ ഇൻസ്പെക്ടർ ഓടി വന്ന് നായികയെ അടിക്കുകയാണ്. അപ്പോഴാണ് നായിക യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള എല്ലാ വിവരവും ഇൻസ്പെക്ടർക്ക് നാട്ടിലിരിക്കുമ്പോൾ തന്നെ അറിയാമായിരുന്നു എന്ന കാര്യം വെളിപ്പെടുത്തുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ട്രെയിനിൽ വെച്ച് DCPയെ ഇൻസ്പെക്ടർ വെടിവെച്ചപ്പോൾ DCPയുടെ പോക്കറ്റിൽ നിന്നൊരു ID അയാൾ എടുത്തിരുന്നു. അത് നമ്മുടെ നായികയുടെ ID ആയിരുന്നു. അത് വെച്ചാണ് ഈ പെൺകുട്ടിയാണ് DCPക്ക് എല്ലാ വിവരങ്ങളും കൊടുക്കുന്നത് എന്ന് അയാൾ മനസ്സിലാക്കിയത്. ഇത് ഉടനെ തന്നെ ജലാലിനോട് പറയുകയും ചെയ്തിരുന്നു. ജലാലും അവളെ സ്പെയിനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ, ഇവിടെ വെച്ച് അവളുടെ കഥ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് നായികയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ആ സ്ഥലത്ത് വെച്ച് നായികയെ ക്രൂരമായി മർദ്ദിക്കുന്നു. ജലാലിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇവളെ മൊത്തമായി തീർത്തുവിട് എന്ന് ഇൻസ്പെക്ടർ പറയാണ്. എന്നാൽ ജലാലാണെങ്കിൽ ഒരു ഭാര്യയെ എങ്ങനെ നിയന്ത്രിക്കണം എന്നത് ഒരു ഭർത്താവിന്റെ കയ്യിലാണുള്ളത്. അത് നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ തെറ്റ് അവളുടെ മേലെയല്ല, നിന്റെ മേലെയാണ് എന്ന് പറഞ്ഞ് അവിടെ ഒരു ചുറ്റിക കൊടുത്തിട്ട് നായികയോട് സ്വന്തം ഭർത്താവായ ഇൻസ്പെക്ടറെ കൊല്ലാൻ പറയുന്നു. നായികയും ഒരു വെറിയിൽ ഇൻസ്പെക്ടറെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം നായികയെ ജലാൽ തന്റെ കൊട്ടാരത്തിൽ തന്നെ ഒരു അടിമയായി വെക്കുകയാണ്. ഇപ്പോൾ ഒരു 3 മാസത്തിന് ശേഷം കഥ കാണിക്കുകയാണ്. ട്രെയിനിൽ നിന്ന് താഴെ വീണ ഹീറോ ഇപ്പൊ രക്ഷപ്പെട്ടിട്ടുണ്ട്. പതിയെ റിക്കവറായി ഇപ്പോൾ അവന് സംസാരിക്കാനും കഴിയുന്നുണ്ട്. സ്പെയിനിലേക്ക് പോകണം, പാസ്പോർട്ട് എടുക്ക് എന്ന് അവൻ മുത്തശ്ശിയോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ പാസ്പോർട്ടൊക്കെ കണ്ടുപിടിച്ച് ഇപ്പോൾ സ്പെയിനിലേക്ക് പോകാൻ ഹീറോ തയ്യാറാവുന്നു. അങ്ങനെ സ്പെയിനിൽ വന്ന് ആ ജലാലിന്റെ കൊട്ടാരത്തിലേക്ക് നുഴഞ്ഞു കയറി ഹീറോ അവിടെ തനിക്ക് വേണ്ടപ്പെട്ട റാബിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണുന്നു. റാബിയയും ഹീറോയെ കണ്ട് ഞെട്ടുകയാണ്. അപ്പോഴാണ് മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ റാബിയ നമ്മുടെ ഹീറോയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ഒരു കസിൻ സിസ്റ്ററാണ്. ഹീറോയുടേത് ഒരു വലിയ കുടുംബമാണ്. റാബിയെ വിദേശത്തുള്ള ഈ ജലാലിനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തതാണ്. എന്നാൽ ആ ജലാൽ സാധാരണക്കാരനല്ല, ഭയങ്കരമായൊരു വഞ്ചകനാണ്. നിരവധി തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വിവാഹത്തിന് ശേഷമാണ് റാബിയയ്ക്ക് മനസ്സിലാവുന്നത്. ഇതെങ്ങനെയെങ്കിലും പോലീസിനോട് പറഞ്ഞ് രക്ഷപ്പെടണം എന്നവൾ കരുതുകയാണ്. അങ്ങനെ സ്വന്തം വീട്ടിലേക്ക് വന്ന സമയത്ത് ഫോണിൽ പോലീസിനെ വിളിച്ച കാര്യങ്ങൾ പറയാണ്. ഇതെല്ലാം താഴെ ലാൻഡ് ലൈൻ ഫോണിലൂടെ ജലാലിന്റെ അനിയൻ കേൾക്കാണ്. നേരെ റൂമിൽ വന്ന് ജലാലിനെ നിങ്ങൾ തന്നെ പോലീസിനോട് ഒറ്റ കൊടുക്കുകയാണോ? എന്താ ഇത്? നിങ്ങൾ ഗർഭിണിയായിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ലെന്ന് ഞാൻ കരുതാണ്. എന്നാൽ എന്റെ ചേട്ടൻ ജലാലിനെ പിരിക്കാൻ നോക്കുന്ന നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് റാബിയെ അവൻ അടിക്കാൻ വരുന്നു. അപ്പൊ നമ്മുടെ ഹീറോ വന്ന് എന്റെ പെങ്ങളെയാണോട് അടിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞ് തടയുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ റാബിയ അവിടെ ഒരു തോക്കെടുത്ത് അതേ ദേഷ്യത്തോടെ ഭർത്താവിന്റെ അനിയനായ ആ വ്യക്തിയെ വെടിവെച്ചു കൊല്ലുന്നു. ഈ കൊലപാതകങ്ങൾക്കിടയിൽ റാബിയുടെ ഗർഭം അലസിപ്പോകുന്നു. ഇതെല്ലാം ഹീറോയുടെ കൺമുന്നിലാണ് നടക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റാബിയെ അവളുടെ ഭർത്താവ് ജലാൽ സ്പെയിനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അതിനുശേഷം അവരെ ആ കൊട്ടാരത്തിൽ അടച്ചിട്ടാണ് അയാൾ നോക്കുന്നത്. ഭർത്താവിനോട് തനിക്ക് ഭ്രാന്ത് പിടിച്ച പോലെ അഭിനയിച്ചിട്ടാണ് റാബി ഇതുവരെ ആ ക്രൂരമായ ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇവർ രണ്ടുപേരും അവിടെ ഓർത്തു നോക്കുകയാണ്. അങ്ങനെ റാബിയ ഹീറോയ്ക്ക് ഒരു മൂർച്ചയുള്ള ആയുധം കൊടുക്കുന്നു. ഇനിയും ക്ഷമിച്ചിരിക്കരുത്, ഈ തവണയെങ്കിലും എന്റെ ഭർത്താവിന്റെ കഥ നീ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ അവിടെ അടച്ചുപൂട്ടി വെച്ചിരിക്കുന്ന നായികയുണ്ടല്ലോ, അവളെ വന്ന് ഹീറോ കാണുകയാണ്. അവിടെ നിന്ന് നായികയെ രക്ഷിച്ച് അവിടെയുള്ള എല്ലാവരുമായി ഫൈറ്റ് നടത്തുന്നു. അവിടെ ഈ കാളയെ മെരുക്കുന്ന ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. ആ സ്ഥലത്തേക്ക് ഹീറോ വരികയാണ്. അതേ സ്ഥലത്ത് ജലാലും ഉണ്ട്. അങ്ങനെ ആ പോർക്കളത്തിൽ ഹീറോയും ജമാലും തമ്മിൽ ഭയങ്കരമായ ഫൈറ്റ് നടക്കുന്നു. ഇവിടെ ഇരുവരും മാറി മാറി അടിക്കുന്നത് മുകളിലിരുന്ന് റാബിയെയും ആസ്വദിക്കുന്നു. ഒരു ഘട്ടത്തിൽ റാബിയുടെ ഭർത്താവായ ജലാൽ ഭാര്യയുടെ കഥയും കഴിക്കുകയാണ്. ഇതിൽ ഹീറോയ്ക്ക് ദേഷ്യം വർദ്ധിക്കുന്നു. അതിനുശേഷം നായികയും വരുത്തി വില്ലനായ ജലാലിന്റെ കഥ മൊത്തത്തിൽ ഹീറോ കഴിക്കുകയാണ്. അങ്ങനെ ആ മിഷൻ അവസാനിക്കുന്നു. ഇപ്പോൾ ഇവരെല്ലാവരും സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് മടങ്ങാണ്. ഇന്ത്യയിൽ നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്തവനെ കൊന്നതുകൊണ്ട് ഹീറോയുടെ പേരിൽ കേസൊന്നും വരാതെ DCP നോക്കുന്നുണ്ട്. അതെ, DCPയും ഇപ്പോൾ സുഖം പ്രാപിച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം സമാധാനപരമായ ഒരു ജീവിതം നായികയുമായി ചേർന്ന് ഹീറോ ജീവിക്കുന്നതായി കാണിച്ച് ഈ സിനിമയുടെ കഥ അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ
ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.